ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു 1 kV സിസ്റ്റമാണ്. നമ്മൾ പൊതുവേ ഒരുപാട് നമ്മൾ ഇൻസ്റ്റാളിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. എങ്കിലും ഇത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂരങ്ങാടി എന്ന സ്ഥലത്ത് നമ്മൾ പുകിയൂർ POയിലാണ് കേട്ടോ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതൊരു 535 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് മേൽഭാഗത്താണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് കയറി ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇപ്പോൾ നമുക്കിത് വരുന്നത്. പക്ഷേ അവിടെ ഈ ഭാഗത്ത് നമുക്ക് വെച്ചാൽ നമുക്ക് മോർണിംഗിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ഇവിടെ നമ്മൾ വെൽഡർ ഇപ്പോൾ റെഡി ആയി നിൽക്കുക കേട്ടോ. ഇപ്പോൾ കമ്പിയും കാര്യങ്ങളൊക്കെ വന്നു. ഒരു ഹാൻഡ് റെയിൽ അവിടുന്ന് നമുക്കൊരു വേറെയിലും കാര്യങ്ങളും ഹാൻഡ് റെയിലും കാര്യങ്ങളും അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി നടക്കാനുള്ളത് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് മുണ്ടായിരിക്കും എൻ്റെ കോഴിയെ. ഇവിടെ കുറച്ച് കോഴികൾ ഒച്ചി പുളി ഉണ്ടാക്കിയിട്ട് നമ്മൾ വർക്കർ ചിരിച്ചുറൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിക്കൊണ്ട് വർക്ക്. പിന്നെ അല്ല, ഇതിൽ ഓട് പൊട്ടിക്കണല്ലോ. ഇതാരാ പൊട്ടിച്ചേ? ആരാ ഓടാരാ പൊട്ടിച്ചിക്കണേ? വെൽഡിക്കാരുടെ കാരല്ലേ? ഏതായാലും ഓട് കുറച്ച് പൊട്ടിക്കണോ പറയണില്ല. ഞാൻ എൻ്റെ അടുത്ത് തന്നെ പൊട്ടിയത്. ഞാൻ കഷ്ടകാലം ഇരുന്നേക്കേ അതാണ് പൊട്ടിക്കണു. ഏതായാലും മൊലാളിനോട് പറഞ്ഞിരിക്കണു ഓട് ഇവിടെ ഉണ്ട് താഴത്തൊന്നും പറഞ്ഞു. ഏതായാലും അതിൽ സമാധാനം ഇരിക്കുകയാണ്. അല്ലാതെ ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ കുറച്ച് ഓടുകളൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഈ ഒരു 535 വാട്ടിൻ്റെ ഏറ്റവും വലിയ പാനലാണല്ലോ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ കോഴി തൽക്കാലം നിങ്ങൾ ക്ഷമിക്കട്ടെ, കോഴി നിൽക്കണില്ല. അവിടെ എന്തോ പ്രശ്നം, എന്തോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ ഇവർ വാഷിംഗ് മെഷീൻ, അതുപോലെ മിക്സി, അതുപോലെ TV, ലൈറ്റ്, ഫാന് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഇനി താഴെ ഭാഗം സമയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ സ്റ്റേജ് നിങ്ങൾ കാണാമല്ലോ. ഇനി ഞങ്ങൾ ഒരു മാസം മുമ്പേ ഞങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ അറിയില്ല, ഒരു 5 kW നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തതാണ്. ഓക്കെ, ആ ഭാഗം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുക. തൊട്ടപ്പുറത്തെ വീടാണ്. ഒരു 50 മീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ താഴെ ഭാഗങ്ങൾ വരാം. നമ്മളെ ടെക്നീഷ്യൻ ഫൈനൽ വർക്ക് കഴിഞ്ഞ് അവസാനമായിട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. ഏതായാലും കേട്ടില്ലേ? ഓക്കെ, അതിനോടൊപ്പം ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം നമ്മൾ വയറിങ് ചെയ്തിരിക്കുന്ന ഭാഗവും ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ ഒരുപാട് നമ്മുടെ ടെക്നീഷ്യൻ ഒരുപാട് ജില്ലകളിൽ ആവശ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ അടിഭാഗം നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നുണ്ട് കേട്ടോ. ഓരോ പാനലിലും നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളെ ടെക്നീഷ്യന് ഓടും, നമ്മൾ വെൽഡറും ഓടൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വയറിങ് കണ്ടോ, നമ്മളങ്ങനെ നേരെ താഴത്തേക്ക് അങ്ങനെ പൈപ്പ് വഴി അങ്ങനെ താഴത്തേക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഒന്ന് നോക്കി നോക്കൂ. നമ്മളിവിടെ കോണിയുടെ താഴെയായിട്ടാണ് കേട്ടോ വരിക. ഇതിൽ നമ്മുടെ MPPT 40 ആംപിയർ 3 സ്റ്റേജ് ആംപിയർ ബൂസ്റ്റിംഗിൽ MPPT. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ 1350 Wയുടെ ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് വരുന്നത്. അതുപോലെ 200 Hന്റെ C10 സോളാർ 5 ഇയർ റീപ്ലേസ്മെൻറ്റ് ബാറ്ററി. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ബാറ്ററി പുതിയതാണല്ലോ, ബാറ്ററി ഏകദേശം 90% ചാർജ് ഉണ്ടാവും പുതിയത്. ഇതിൽ ഞങ്ങളിപ്പോൾ ഇത് ഓണാക്കിയതോടുകൂടെ ഓട്ടോ സോളാറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ ഫാനുകളും ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതിലാണ് റൺ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയാണ്? പരപ്പനങ്ങാടിയോ? പരപ്പനങ്ങാടി. നമ്മൾ എന്താണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്? പുകയൂര്. ഓക്കെ, ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്താണ്. ഓക്കെ, ഇവർക്ക് ഇത് മതി. ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ, നമ്മളെ ടോപ്പ് ലോഡ് ഉണ്ടല്ലോ, അത് ഇതിൽ റൺ ചെയ്യും. അതുപോലെ ഇവർ മിക്സി റൺ ചെയ്യും, കാര്യങ്ങളൊക്കെ റൺ ചെയ്യും. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെ വെച്ചിരിക്കുന്ന ഫാനുകളെല്ലാം BLDC ഫാനാണ്. 3 റൂമിലും ഹാളിലും ഒരു BLDC ഫാനാണ് വെച്ചിരിക്കുന്നത്. ഇവർക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഏകദേശം ഇവർക്ക് ഇത് റൺ ചെയ്യാൻ ഇത് മതി. ഓക്കെ, അത്യാവശ്യം ഇവർക്ക് നല്ല രീതിയിൽ ബില്ലിനെ മാനേജ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം മതി. 1 kV സിസ്റ്റമാണ് കേട്ടോ. ഒരു 1500 രൂപയുടെയൊക്കെ താഴെയിലെ ടീമിനൊക്കെ ഒരു 1 kV സിസ്റ്റം നല്ലതാണ്. അതിൽ കൂടുതൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ആളുകൾ പറയുകയാണെങ്കിൽ എനിക്ക് 5 kW വേണം, 3 kW വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവരുടെ കാൽക്കുലേഷനിൽ ഇവർക്ക് ഇത് തന്നെ ധാരാളം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ ഇനി കൂടുതലാക്കി പോകുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയില്ലേ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് ഒരുപാട് ബില്ല് വന്നതും ഒക്കെ ഒരുപാടായിട്ട് വീഡിയോ നമുക്ക് വരാനുണ്ട് കേട്ടോ. സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.